ഇന്നാണ് ഇന്ത്യ സിംബാബ്വെ മൂന്നാമത്തെ T20. 3 പുതിയ താരങ്ങളാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. സഞ്ജു ഇന്നത്തെ മാച്ചിൽ കളിക്കും. ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നേക്കും. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ സിംബാബ്വെ മൂന്നാമത്തെ T20 കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ കളി സിംബാബ്വെയും രണ്ടാമത്തെ T20യിൽ ഇന്ത്യയും ജയിച്ചു. അതുകൊണ്ട് ഇന്നത്തെ മത്സരം വാശിയേറിയതായിരിക്കും. നിലവിലെ അവസ്ഥ വെച്ച് ഇന്നത്തെ മാച്ചും ഇന്ത്യ തന്നെ ജയിക്കാനാണ് സാധ്യത. കാരണം ഇന്ത്യൻ താരങ്ങൾ മികച്ച ഫോമിലാണ്. കഴിഞ്ഞ T20യിൽ തന്നെ അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിച്ചു. അതുപോലെ ഋതുരാജും റിങ്കു സിംഗും അടിച്ചു കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ജയിച്ചാലും ടീമിൽ മാറ്റങ്ങൾ വരികയാണ്. സഞ്ജു, ജയ്സ്വാൾ, ശിവൻ ദുബെ ഇവരെ ടീമിലേക്ക് എത്തി. ഈ 3 താരങ്ങളും ഇന്നത്തെ മാച്ചിൽ ഇറങ്ങാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സഞ്ജു ഉറപ്പായിട്ടും ഇറങ്ങും. ധ്രുവ് ജൂറലിന് പകരം സഞ്ജു ആയിരിക്കുമെന്ന് വിക്കറ്റ് കീപ്പർ. അതുപോലെ ജയ്സ്വാൾ ഓപ്പണിംഗിൽ വരും. ഇങ്ങനെ വരുമ്പോൾ ശുഭ്മാൻ ഗില്ലിന് സ്ഥാനം നഷ്ടപ്പെടും. ഗില്ല് വൺ ഡൗണിൽ കളിക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ ഋതുരാജ് 4ാം സ്ഥാനത്തെത്തും. ഈ സമയം സ്ഥാനം നഷ്ടപ്പെടുക റിയാൻ പരാഗിനായിരിക്കും. അഭിഷേക് ശർമ്മയെ മാറ്റി നിർത്താൻ സാധിക്കില്ല. താരം സെഞ്ചുറി അടിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് റിയാൻ പരാഗിന്റെ സ്ഥാനം നഷ്ടമാകും. ശിവൻ ദുബെ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരിക്കും. സഞ്ജുവിന് വേൾഡ് കപ്പിൽ അവസരം കിട്ടിയില്ല. സിംബാബ്വെ സീരീസിൽ സഞ്ജു തകർത്തടിക്കട്ടെ. 5 T20 ഇന്ത്യ സിംബാബ്വെയുമായിട്ട് കളിക്കുന്നത്. 2 T20 ഓൾറെഡി കഴിഞ്ഞു. ബാക്കിയുള്ള 3 മാച്ചിൽ സഞ്ജു ഉറപ്പായിട്ടും കളിക്കും. അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ T20യുടെ പ്ലേയിങ്ങിൽ നോക്കാം. ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, ഗില്ല്, ഋതുരാജ്, സഞ്ജു, ശിവൻ ദുബെ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ, മുകേഷ് കുമാർ. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. T20യിൽ മികച്ച രീതിയിൽ കളിക്കുന്ന എല്ലാ താരങ്ങളും ഇന്നത്തെ മാച്ചിലുണ്ട്. പക്ഷേ സഞ്ജു 5ാമതായതുകൊണ്ട് താരത്തിന് ബാറ്റിംഗ് കിട്ടാൻ സാധ്യത കുറവാണ്. ഇനി അവസാനം സഞ്ജുവിനെ ബാറ്റിംഗ് കിട്ടിയാൽ തന്നെ റിങ്കു സിംഗിനെ അവർ കളിക്കാൻ ഇറക്കും. സഞ്ജുവിന് സാധ്യത കുറവാണ്. സഞ്ജു എന്തായാലും കീപ്പറായിട്ട് ടീമിലുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.